നമ്മുടെ തെരുവുകളിൽ ഉയരേണ്ടത് സൗഖ്യത്തിന്റെ ദൂതുകളാണെങ്കിൽ, വിടുതലിന്റെ ദൂതുകളാണെങ്കിൽ, സഭയ്ക്കകത്ത് വെളിപ്പെടേണ്ടത് ഇനിയും പാപം ചെയ്യരുതെന്നുള്ള വിശുദ്ധിയുടെ ദൂതായിരിക്കണം. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, 38 കൊല്ലം കുളക്കരയിൽ കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആ കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യനോട് കർത്താവ് ഇടപെട്ടത് 2 തവണയാണ്. ഒന്ന് കുളക്കരയിൽ വെച്ചും, 2 ആലയത്തിന്റെ ഉള്ളിൽ വെച്ചും. കുളക്കരയിൽ കിടക്കുമ്പോൾ അവനോട് ചോദിച്ച ചോദ്യം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോന്ന്. ഹല്ലേലൂയ. എന്നാൽ ആലയത്തിന്റെ ഉള്ളിൽ അവൻ വന്നതിന് ശേഷം അവനോട് ചോദിച്ചത് സൗഖ്യം വേണോന്നല്ല, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനിയും പാപം ചെയ്യരുതെന്നുള്ളതാ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എന്റെ വിശ്വാസം പറയുന്നു, നമ്മുടെ തെരുവുകളിൽ ഉയരേണ്ടത് സൗഖ്യത്തിന്റെ ദൂതുകളാണെങ്കിൽ, വിടുതലിന്റെ ദൂതുകളാണെങ്കിൽ, സഭയ്ക്കകത്ത് വെളിപ്പെടേണ്ടത് ഇനിയും പാപം ചെയ്യരുതെന്നുള്ള വിശുദ്ധിയുടെ ദൂതായിരിക്കണം. അതാണ് സഭയെ ഒരുക്കുന്നത്, അതാണ് സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത്.